നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഹമ്പമ്പോ, എന്തൊരടിയായിരുന്നു! അടിച്ച് തകർത്ത് കളഞ്ഞു ഡൽഹി ക്യാപിറ്റൽസ്. പഞ്ചാബ് കിങ്സ് 11 ഈ IPLലെ ഏറ്റവും മികച്ച ടീമായി പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന, ഒന്നാമതായി നിൽക്കുന്ന പഞ്ചാബ് കിങ്സ് 11 അടിച്ച് തരിപ്പണമാക്കി കളഞ്ഞു. 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 264 റണ്ണാണ് അടിച്ചത്. ഫോറുകളും സിക്സറുകളും തലങ്ങും വിലങ്ങും പായുകയായിരുന്നു. അവരുടെ ഓപ്പണർ KL രാഹുൽ 67 പന്തിലാണ് 152 റണ്ണടിച്ചത്. നിതീഷ് റാണ 44 പന്തിലാണ് 91 റണ്ണടിച്ചത്. 29 ഫോറുകളും 15 സിക്സറുകളും ഒക്കെ അടങ്ങുന്ന അതിഗംഭീര 29 ഫോറും 14-15 സിക്സറുകളും എന്നൊക്കെ പറഞ്ഞാൽ എവിടെ എത്തി? മൊത്തം ബൗണ്ടറി ഇനത്തിൽ തന്നെ 44 പന്തുകളാണ് അടിച്ച് തകർത്ത് കളഞ്ഞത്. അപ്പോൾ പിന്നെ എന്താ അവസ്ഥ? പഞ്ചാബ് കിങ്സ് 11 നിലം തൊടിയിച്ചിട്ടില്ല. അമ്മാതിരി അടിയായിരുന്നു. ഇന്നവർ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഡൽഹി. എന്ത് തന്നെ ആയാലും ജയിച്ചാൽ മതിയാകുള്ളൂ, വേറെ ഒരു നിവൃത്തിയില്ല. അത് ഏത് വലിയ ടീമാണെങ്കിലും ഏത് വമ്പൻ ടീമാണെങ്കിലും തകർക്കും എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് വന്ന്. KL രാഹുലും നിതീഷ് റാണയും അത് കളത്തിൽ നടപ്പിലാക്കുകയും ചെയ്തു. രാഹുൽ ഒരു രക്ഷയുമില്ലാതെ കളിച്ചു, നിതീഷ് റാണ ഒരു രക്ഷയുമില്ലാതെ കളിച്ചു. എന്തായാലും രണ്ടുപേരും കൂടി തകർത്തടിച്ച് വമ്പൻ കൂട്ടുകെട്ട്, യഥാർത്ഥത്തിൽ തകർപ്പൻ കൂട്ടുകെട്ട് എന്നൊക്കെ പറയണം. 200-ലധികം റണ്ണിൻ്റെ 200-ലധികം എന്ന് പറഞ്ഞാൽ ഒരു 20-20 മാച്ചിലാണ് ഡബിൾ സെഞ്ചുറി കൂട്ടുകെട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത കളിയാണ് രണ്ടുപേരും കൂടി ചേർന്ന് കളിച്ചത്. ഡൽഹി ഈ IPLൽ ഏറ്റവും മികച്ച ഒരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. അത്യുജ്വലമായ കളി. അത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. പ്രത്യേകിച്ചും പഞ്ചാബ് കിങ്സ് 11 മികച്ച ടീമിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് ഈ അടിച്ചത് എന്തുകൊണ്ടും അതിഗംഭീരമായിരുന്നു, തകർപ്പനായിരുന്നു.